നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്നെ ഞാൻ ഇവിടെ ഉപേക്ഷിക്കാം. ഈ വിഗ്രഹം മാത്രമല്ല, നിന്റെ ഓർമ്മകൾ കൂടി ഉപേക്ഷിക്കുന്നു. ഇനി ഈ രാധയുടെ ജീവിതത്തിൽ കൃഷ്ണനില്ല. രാധ മാത്രം, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക്. നമ്മൾ എത്ര വളർന്നാലും എത്ര ദൂരം സഞ്ചരിച്ചാലും എത്ര അകലെ വസിച്ചാലും ഈ രാധയും കൃഷ്ണനും നമ്മളെ ഒരുമിപ്പിക്കും. നീ ഇല്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യമായി പോകും. എനിക്കൊപ്പം നീ വേണം, ഉണ്ടായാലേ പറ്റൂ. മോനെ, പായസം കഴിക്കേ. വേണ്ടമ്മേ, മനസ്സിനൊരു സുഖം തോന്നുന്നില്ല. അതെന്താ പെട്ടെന്നൊരു സുഖക്കുറവ്? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. അവിടെ പകുതി കഴിച്ച പാത്രം കണ്ടപ്പോ പണ്ട് രാധ ഈ വീട്ടിൽ വന്ന് ഊണ് കഴിച്ചത് ഓർത്തുപോയി, അത്ര തന്നെ. ഏയ് അതൊക്കെ നിന്റെ വെറും തോന്നലുകളാ. ഇവിടെ വരുമ്പോ പ്രത്യേകിച്ച് നീ രാധയെ ഓർക്കും, അതെനിക്കറിയാം. രാധ നിന്റെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാ ഇതൊക്കെ. ഓ, അച്ഛൻ ഇപ്പോഴെങ്കിലും അത് അംഗീകരിച്ചല്ലോ, അത് മതി. എന്റെ അച്ഛ 10-30 വർഷമായി ഒരുമിച്ച് ജീവിക്കുന്നവരാ നിങ്ങൾ രണ്ടുപേരും. ഒരു രാത്രിയില്, ഒരൊറ്റ രാത്രിയില് അച്ഛനെ കാണാതായപ്പോ അമ്മ ഉണ്ടാക്കിയ പുകയില് ഞങ്ങളൊക്കെ കണ്ടതാ. അച്ഛൻ കണ്ടില്ല, അതാണ് അച്ഛ കരുതലും അടുപ്പവും. അത് നിങ്ങൾക്കുണ്ടാവാം, എനിക്കുണ്ടായിക്കൂടാ എന്ന് വരുന്നതാണ് സ്വാർത്ഥത. ഞാനീ പറഞ്ഞതിനെ കുറിച്ച് അച്ഛനും അമ്മയും കൂടി സ്വസ്ഥമായിരുന്നു ആലോചിക്കുക. അപ്പം മനസ്സിലാവും ഞാനാണ് ശരിയെന്ന്. കേട്ടില്ലേ അവൻ പറഞ്ഞത്? അതിലൊരു ശരിയില്ലേ? എന്തൊക്കെ ന്യായം പറയുന്നുണ്ടെങ്കിലും രാധയെ അവനിൽ നിന്നും അകറ്റാനുള്ള ശ്രമം അതൊരു വഞ്ചനയാണെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. രുക്മിണി, നീ ഒന്ന് മനസ്സിലാക്ക്. അവനെ ദ്രോഹിക്കാനോ അവന്റെ പ്രേമബന്ധത്തെ തല്ലിക്കെടുത്താനോ വേണ്ടിയല്ല നമ്മൾ രാധയെ അവനിൽ നിന്ന് അകറ്റുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.